ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഒരു ചിക്കൻ സമോസ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് സമോസയുടെ മാവൊന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ അളവിൽ അയമോദകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ ആയാലും യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഉപയോഗിച്ച് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിയുടെയൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി ഒരു നനവുള്ള തുണി കൊണ്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ടൊരു 15 മിനിറ്റിന് ശേഷം ഉപയോഗിക്കാം. മാവൊന്ന് സോഫ്റ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിക്ക് ഒരു ചെറിയ ഗോൾഡൻ കളർ വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതൊരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇപ്പോൾ അത്യാവശ്യം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലേൻ്റെ കൂടെ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. എനിക്കിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ചിക്കൻ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നേക്കാം. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാലയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവർക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു 1/2 ക്യാപ്സിക്കം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവ് അധികം വേണ്ടാന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. മാവ് കുറച്ച് സ്റ്റിക്കി ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി മൈദ ഡസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ 6 ബോൾസായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബോളും എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. അതിനായിട്ട് ടേബിൾ ടോപ്പിൽ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ ബോൾസും ഓവൽ ഷേപ്പിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഓവൽ ഷേപ്പിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു കത്തി ഉപയോഗിച്ച് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഡിവൈഡ് ചെയ്ത ശേഷം ഒരു പകുതി എടുത്ത് കയ്യിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ ഈ ഒരു പോർഷനിൽ കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഒരു വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ടിങ്ങനെ പകുതിയായിട്ട് മടക്കി ആ ഒരു പോർഷൻ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഒട്ടിച്ച ഭാഗം ഫ്രണ്ടിൽ വരുന്ന പോലെ പിടിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെച്ച് കൊടുത്ത ശേഷം ഈ ഒരു സൈഡിലും കൂടി കുറച്ചുകൂടി വെള്ളം ഇങ്ങനെ തേച്ച് കൊടുക്കുക.
എന്നിട്ട് പകുതിയായിട്ട് ഇങ്ങനെ ഒന്ന് പ്ലീറ്റ് ചെയ്ത് എടുക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ആ ഒരു പോർഷൻ വലിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അവിടെ സീൽ ചെയ്ത് വെക്കാം. എല്ലാ സൈഡും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ സമോസ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് പഞ്ചാബി സമോസയും ബോംബെ സമോസയും ഒക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന കൂടി ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 7 സമോസ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നേരെ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ തിളയ്ക്കുന്നതിന് മുന്നേ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന സമോസാസ് വെച്ച് കൊടുക്കാം. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബേസ് കുറച്ച് കട്ടിയായി വരുമ്പോഴേക്കും നമുക്ക് സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സമോസ നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ സമോസ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ സമോസ റെഡി ആയിട്ടുണ്ട്. ചട്നിയോ കെച്ചപ്പോ മറ്റോ ഡിപ്പായിട്ട് ഇതിന് യൂസ് ചെയ്യാം. ചൂടോടെ തന്നെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് പിന്നീട് കാണാം.